എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്യവസായ വാണിജ്യ വകുപ്പിൽ വന്നിട്ടുള്ള ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. വ്യവസായ വാണിജ്യ വകുപ്പിൽ ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡറുടെ 500ഓളം ഒഴിവുകളിലേക്കാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേന അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകളുള്ള തസ്തികയാണിത്. നമുക്കിതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, ശമ്പളം തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം. വ്യവസായ വാണിജ്യ വകുപ്പിൽ ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡറുടെ 500 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓരോ ജില്ലകളിലെയും ഒഴിവുകൾ ഇപ്രകാരമാണ്: തിരുവനന്തപുരം 37, കൊല്ലം 34, പത്തനംതിട്ട 26, ആലപ്പുഴ 37, കോട്ടയം 36, ഇടുക്കി 24, എറണാകുളം 49, തൃശൂർ 46, പാലക്കാട് 45, മലപ്പുറം 53, കോഴിക്കോട് 39, വയനാട് 13, കണ്ണൂർ 41, കാസർഗോഡ് 20. ഇത്രയും ഒഴിവുകളാണ് ഓരോ ജില്ലകളിലും ഉള്ളത്. റാമ്പ് സ്കീം, അതായത് റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പെർഫോമൻസ് സ്കീം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കരാർ നിയമനമാണിത്. റാമ്പ് സ്കീം പ്രകാരം സംസ്ഥാനത്തെ MSMEകൾക്ക് ആവശ്യമായ സഹായവും പിന്തുണയും നൽകുക എന്നതാണ് സർവീസ് പ്രൊവൈഡർമാരുടെ ചുമതല. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രധാന യോഗ്യതയായി പറയുന്നത് റെഗുലർ ഫുൾ ടൈം BTech ഓർ MBA ആണ്. അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 35 വയസ്സാണ്. വിജ്ഞാപന പ്രകാരം ഈ തസ്തികയ്ക്കുള്ള ശമ്പളം 23,000 രൂപയാണ്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 മാർച്ച് 9 ആണ്. കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട്. SC/ST വിഭാഗത്തിനാണെങ്കിൽ 50 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 200 രൂപയാണ് അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എഴുത്തു പരീക്ഷ, ഇന്റർവ്യൂ എന്നിവ അടിസ്ഥാനമാക്കിയാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓരോ ജില്ലയുടെയും പ്രത്യേക നോട്ടിഫിക്കേഷൻസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റ് സന്ദർശിച്ച് നോട്ടിഫിക്കേഷനും മറ്റും വിശദ വിവരങ്ങളും എല്ലാം വായിച്ചറിഞ്ഞ ശേഷം അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ മാർച്ച് 9 മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.